കഴിഞ്ഞ കുറേ നാളായി ഹിമാചൽ പ്രദേശിൽ ഒരു മസ്ജിദിനെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമായ അവസ്ഥയിലേക്ക് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നു. പ്രതിഷേധ പ്രകടനവുമായി എത്തിയത് വലിയ സംഘർഷത്തിലേക്ക് എത്തിയിരിക്കുന്നു. പ്രതിഷേധ യോഗത്തിനാണ് ആഹ്വാനം നൽകിയിരുന്നെങ്കിലും വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന യോഗം പിന്നീട് പ്രതിഷേധ പ്രകടനമായി മാറുകയും ഷിംലയിലടക്കം റോഡ് ഉപരോധിക്കുകയും നിയമസഭാ മന്ദിരം വളയുകയും ചെയ്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഹിമാചൽ പ്രദേശിലെ സഞ്ജൌലി എന്ന് പറയുന്ന ഒരിടത്തുള്ള മസ്ജിദാണ്. ആ മസ്ജിദ് 4 നിലകളിലായി കെട്ടി ഉയർത്തിയിരിക്കുന്നു. അനധികൃതമായ നിർമ്മാണം നിർത്തിവെക്കണം, ഈ മസ്ജിദ് പൊളിക്കണമെന്ന് പ്രദേശവാസികളായവർ കുറേ നാളുകളായി ആവശ്യപ്പെടുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട കാരണം അവിടെ നിന്ന് ഈ മസ്ജിദിനുള്ളിൽ ഹിമാചൽ പ്രദേശിൽ നിന്ന് പുറത്തു നിന്നുള്ളവർ തമ്പടിക്കുകയും അവർ പലപ്പോഴും പ്രദേശവാസികളുമായി സംഘർഷത്തിൽ ഏർപ്പെടുന്ന ഒരു പതിവ് സംഭവമായി മാറിയതിനിടയിലാണ് ഇപ്പോഴത് വലിയ സംഘർഷമായി മാറിയിരിക്കുന്നത്. ഷിംല മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ചട്ടങ്ങൾ മറികടന്നാണ് ഈ മസ്ജിദ് നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് പറയുന്നത് 1960 മുൻപ് നിർമ്മിച്ച മസ്ജിദാണ് എന്നാണ്. 2010 വഖഫ് ബോർഡ് ഇത് ഏറ്റെടുത്തത് വഖഫ് ബോർഡിൻ്റെ സ്ഥലമാണ് എന്ന് പറയുന്നു. 4 നില മന്ദിരം പണിതുയർത്തി എന്ന് പറയുന്നു. പക്ഷേ 2019 ഇതിൻ്റെ 4 നിലകളുടെ നിർമ്മാണം പൂർത്തിയായത്. അതുതന്നെയാണ് ജനങ്ങൾ പറയുന്നത്. ഇത് എങ്ങനെയാണ് അനുമതിയില്ലാതെ ഈ 4 നില കെട്ടിടം പണിതുയർത്താൻ കഴിഞ്ഞതെന്നാണ്. ഏതായാലും ഈ ഹിമാചൽ പ്രദേശിൽ നിന്ന് പുറത്തുനിന്ന് ഹിമാചൽ പ്രദേശിലുള്ള ആളുകളല്ല, പുറത്തുനിന്ന് ആളുകളെ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും തമ്പടിപ്പിക്കുകയും പ്രദേശവാസികളുമായിട്ട് പലപ്പോഴും സംഘർഷത്തിൽ ഏർപ്പെടുകയും ചെയ്തതുകൊണ്ട് ഈ മസ്ജിദിന് ഇവിടെ വേണ്ട. കാരണം ഇത് അനധികൃത നിർമ്മാണമാണ്. ഇത് പണിതുയർത്തിയിട്ട് അധികം നാളുകളായിട്ടില്ല. ഇത് സിംല മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് നിർമ്മാണ പ്രവർത്തനം ഇവിടെ നടന്നിരിക്കുന്നത്. ഇതിൽ കോൺഗ്രസും BJPയും ഓരോ ചേരിയിലേക്ക് മാറിയതോടെ കൂടിയാണ് ഇത് സംഘർഷാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ കേസ് പലവട്ടം കോടതിയിൽ വന്നിരുന്നതാണ്. ഇതിൻ്റെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകളൊന്നും ഹാജരാക്കാൻ വഖഫ് ബോർഡിനായിട്ടില്ല, ഒപ്പം തന്നെ മറ്റുള്ളവർക്കായിട്ടില്ല. അങ്ങനെ ആർക്കും ഇല്ലാത്തൊരു ഭൂമിയാണ് ഇത്. സർക്കാർ ഭൂമിയാണ് എന്നാണ് BJP പറയുന്നത്. ഏതായാലും സർക്കാർ പുറമ്പോക്ക് ഭൂമിയിൽ കെട്ടി ഉയർത്തിയ ഒരു മസ്ജിദാണ് ഇപ്പോൾ വലിയ സംഘർഷത്തിന് കാരണമായിരിക്കുന്നത് ഹിമാചൽ പ്രദേശിൽ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.